ശ്രീഹരേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാദേവി നമ. ധ്രുവമണ്ഡലത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? പോയാലല്ലേ കാണാൻ പറ്റൂല്ലോ, നമുക്ക് പോയിട്ട് കണ്ടിട്ട് അറിഞ്ഞിട്ട് വരാം. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണെന്ന് അദ്ദേഹം, ദേവർഷി, സപ്തർഷികളുടെ സ്ഥാനത്ത് നിന്നും 13 ലക്ഷം യോജന മീതെയാണ് വിഷ്ണു ഭഗവാന്റെ പരമമായ ധ്രുവസ്ഥാനം. പറഞ്ഞു കൊടുക്കുകയാണ് ദേവർഷി നാരദർക്ക്. അവിടെ ഭഗവത്പാദ ഭക്തനും മുത്താനപാദ രാജാവിന്റെ മകനുമായ ധ്രുവകുമാരനുണ്ടല്ലോ, അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. ഇന്ദ്രൻ, അഗ്നി, യമൻ, കശ്യപ പ്രജാപതി, ധർമ്മ പ്രജാപതി തുടങ്ങിയവരെല്ലാം ധ്രുവനെ പ്രദർശനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കാലസ്വരൂപനായ ഈശ്വരനാൽ ചലിപ്പിക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിവർക്ക് ധാന്യം മെതിക്കുവാൻ തിരുകുറ്റിക്ക് കിട്ടിയ കാളയെപ്പോലെ ധ്രുവനെ ആശ്രയമായി സ്വീകരിച്ച്, അങ്ങനെ ധാന്യം മതിക്കാൻ നമ്മള് പൊലിക്കുറ്റി എന്ന് പറയും. ആ പൊലിക്കുറ്റിക്ക് കാളേനെ കെട്ടിയിട്ട് ധാന്യം മതിക്കലുണ്ടല്ലോ, അത് പോലെ അങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുകയാണ് കൽപ്പകാലം കഴിയും വരെ. ആകാശപര്യന്തവും മറ്റും തന്റെ കർമ്മങ്ങൾക്കും വായുവിനും വശകരായി സഞ്ചരിക്കുന്നത് പോലെ ജ്യോതിർഗണങ്ങളും പ്രകൃതി പുരുഷന്മാരുടെ ചേർച്ച കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി, കർമ്മത്താൽ നിശ്ചയിക്കപ്പെട്ട ഗതിയോടുകൂടിയവരായി ഭൂമിയിലേക്ക് വീഴാതെ സഞ്ചരിക്കുന്നു കേട്ടോ. ഈ ജ്യോതിഷക്രം ശിംശുമാര സ്വരൂപത്തെ സ്വീകരിച്ചിരിക്കുന്ന ഭഗവാന്റെ യോഗധാരണയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. ജ്യോതിഷക്രം മുതലയുടെ രൂപത്തിൽ തലകീഴോട്ടാക്കി വളഞ്ഞ് പിന്നാക്കം നോക്കുന്ന മാതിരിയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു. ശിംശുമാര സ്വരൂപിയായ ഭഗവാൻ ഉണ്ടല്ലോ, ആ ഭഗവാന്റെ വാലിന്റെ അറ്റത്തായി ധ്രുവമണ്ഡലം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വാൽഭാഗത്ത് പ്രജാപതി, അഗ്നി, ഇന്ദ്രൻ, ധർമ്മദേവൻ തുടങ്ങിയവർ വസിക്കുന്നു. വാലിന്റെ കടയ്ക്കൽ ഭാഗത്ത് വിധാതാവും ധാതാവും അരക്കെട്ടിൽ സപ്തർഷികളും വസിക്കുന്നു. വലത്തോട്ട് വളഞ്ഞു കിടക്കുന്ന ശിംശുമാരന്റെ വലതുഭാഗത്ത് ഉത്തരായണ നക്ഷത്രങ്ങളും ഇടതുപക്ഷത്ത് ദക്ഷിണായന നക്ഷത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഉത്തരത്തിൽ ഗംഗയും പിൻഭാഗത്ത് അജവീഥിയും നിതംബത്തിന്റെ രണ്ടു വശത്തായി പുണർദവും പൂയവും ഇടവും വലവും കാലുകളായി യഥാക്രമം ആയില്യവും തിരുവാതിരയും മൂക്കിന്റെ രണ്ടു വശത്തായി ഉത്രാടവും അഭിജിത്തും ഇടം വലം കണ്ണുകളിൽ യഥാക്രമം പൂരാടവും തിരുവോണവും സ്ഥിതി ചെയ്യുന്നു. ഇടംവലം ചെവികളിൽ മൂലവും അവിട്ടവും അകം തൊട്ട് 8 നക്ഷത്രങ്ങൾ ഇടത്തെ വാരിയെല്ലുകളിലും ക്രമപ്രകാരം കൽപ്പിക്കണം. അങ്ങനെ വേണം അതിനെ കാണാൻ. മകയിരം തൊട്ട് 8 നക്ഷത്രങ്ങളാണെങ്കിലോ വലത്തെ വാരിയെല്ലിലും സ്ഥിതി ചെയ്യുന്നു കേട്ടോ. ചതയം, തൃക്കേട്ട എന്നിവ വലത്തു ഇടതുമുള്ള ചുമലിൽ സ്ഥിതി ചെയ്യുന്നു. മുകളിലെ താടിയെല്ലാരാണ്? അഗസ്ത്യനും, താഴത്തേതിലോ യമനും. മുഖത്തിൽ കുജനും, ഗുഹ്യഭാഗത്ത് ശനിയും, കഴുത്തിന്റെ പിൻഭാഗത്ത് വ്യാഴവും. മാറിടത്തിലാണ് ആദിത്യന് സ്ഥാനം. ഹൃദയത്തിൽ ആരാണ്? പറയാനില്ല, നാരായണൻ തന്നെ. മനസ്സിൽ ചന്ദ്രനും, നാഭിയിൽ ശുക്രനും, തനങ്ങളിൽ അശ്വിനി ദേവന്മാരും രാഹുവും കേതുവും, കണ്ഠത്തിലെ പ്രാണാപാനനിൽ ബുധനും, താരാഗണങ്ങൾ രോമകൂപങ്ങളിലും പ്രാണാനും അപാനനും എന്ന 2 വായുക്കളിൽ ബുധനും സ്ഥിതി ചെയ്യുകയാണ് കേട്ടോ. ഭഗവാൻ വിഷ്ണുവിന്റെ സർവദേവതാ സ്വരൂപമായ ഈ ശിംശുമാര രൂപത്തെ പ്രതി ദിവസം സന്ധ്യയിൽ മനസ്സിനെയും വാക്കിനെയും അടക്കിയും ജ്യോതിർലോകത്തെ നോക്കിയും ഈ മന്ത്രം കൊണ്ട് ഉപാസിക്കണം എന്നാണ് പറയപ്പെടുന്നത്. മന്ത്രം തേജോരൂപനും, മന്ത്രം ഏതാണെന്ന് വെച്ചാല് തേജോരൂപനും കാലസ്വരൂപനും സൂര്യാദി തേജോ ഗോളങ്ങളുടെ പതിയും മഹാപുരുഷനുമായ ഭഗവാൻ നമസ്കാരം. ഈ മന്ത്രം ജപിച്ച് നിത്യവും ഭജിക്കുന്നവരുടെ അതാത് കാലങ്ങളിലുള്ള പാപം നശിച്ചു പോകും എന്നാണ് ഒരു ഫലശ്രുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ധ്രുവമണ്ഡല കഥനം എന്ന 17-ാം അധ്യായം ഭഗവത് പാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു. ഇനി എന്താ? രാഹുവിന്റെ മണ്ഡലവും ചന്ദ്രസൂര്യോപരാഗവും. ഗംഭീര പരിപാടിയാണ്. കഥകൾ അങ്ങനെ പോവുന്നത്. വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു നാരദ മഹർഷി. സൂര്യന് താഴെ 10,000 യോജന ദൂരത്തില് രാഹു നക്ഷത്രം എന്ന പോലെ ചരിക്കുന്നു. കശ്യപ പ്രജാപതിക്ക് സിംഹികയിലുണ്ടായ പുത്രനാണ് രാഹു. അവന് ഭഗവത് കൃപയാൽ നക്ഷത്രത്വവും അമരത്വവും ലഭിച്ചു. പോരെ? എന്നുകൊണ്ട് ആർക്ക്? രാഹുവിന്. അത് ഈ അമൃതലേശം എത്തിപ്പോയിനല്ലോ, അതുകൊണ്ട്.
ഏറ്റവും പ്രകാശിക്കുന്ന സൂര്യന്റെ മണ്ഡലം 10,000 യോജനയും ചന്ദ്രന്റെ മണ്ഡലം 12,000 യോജനയും രാഹുവിന്റെ മണ്ഡലം 13,000 യോജനയും വിസ്താരമുണ്ട് കേട്ടോ. ചെറുതല്ല അവയൊന്നും, മനസ്സിലാക്കണം. പൗർണമിയിലും അമാവാസിയിലും രാഹു ശത്രുത ഓർത്തുകൊണ്ട് ചന്ദ്രസൂര്യന്മാരെ വിഴുങ്ങാനായിട്ട് അവിടെ നേർക്ക് ചെല്ലുന്നു. ഇത് കണ്ട് ഭഗവാൻ തന്റെ സുദർശന ചക്രം രാഹുവിന്റെ നേർക്ക് പ്രയോഗിച്ചു. കുറച്ചു നേരം എതിർത്ത് നിന്നുവെങ്കിലും പിന്നീട് പേടിച്ചോടിപ്പോയി കേട്ടോ രാഹു. സൂര്യചന്ദ്രന്മാരെ രാഹു വിഴുങ്ങാൻ വരുന്ന സമയത്താണ് ഗ്രഹണം എന്ന് പറയപ്പെടുന്നത്. രാഹുവിൽ നിന്നും 10,000 യോജന ദൂരത്താണ് സിദ്ധചാരന്മാരുടെ വാസസ്ഥാനം. അതിൻ്റെ താഴെ രക്ഷസുകളുണ്ട്, പിശാചുക്കളുണ്ട്, ഭൂതങ്ങളുണ്ട്, പ്രേതങ്ങളുണ്ട് തുടങ്ങിയവരുടെ വിഹാരസ്ഥലമാണ് ആ അന്തരീക്ഷം. അതുവരെ വായുശക്തിയോടെ ചലിക്കും. അവിടെയാണ് മേഘങ്ങൾ കാണപ്പെടുന്നത്. അതിൻ്റെ താഴെയാണ് ഭൂമി. അരയന്നങ്ങള്, കഴുകന്മാര്, പരുന്തുകള്, ഗരുഡൻ തുടങ്ങിയ പക്ഷികൾ മേലോട്ട് പറക്കുന്ന ദൂരത്തോളം ഭൂമിക്ക് വ്യാപ്തിയുമുണ്ട്. ഇനി എന്താ, ഭൂമിക്ക് താഴെ 7 ലോകങ്ങളുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അവ ഓരോന്നും തമ്മിൽ 10,000 യോജന അകലമുണ്ട്. അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം എന്നിങ്ങനെയാണ് അവയുടെ പേര്. ഓരോ ലോകത്തിനും 10,000 യോജന ദീർഘവും വിസ്താരവും ഉണ്ട് കേട്ടോ. ഈ അധോലോകത്തെ ബലസ്വർഗം എന്നാണ് പറയുന്നത്. സ്വർഗത്തിനേക്കാൾ സുഖഭോഗങ്ങൾ എവിടെ ഉണ്ടത്രേ. അതുകൊണ്ടാണ് ദൈത്യദാനവ കാദ്രവേയന്മാർ ഇവിടെ എല്ലാ ഭോഗങ്ങളും അനുഭവിച്ച് സുഖമായി കഴിയുകയാണ്. ആ ബലസ്വർഗങ്ങളിൽ മായാവിദ്യയിൽ വിശാരദനായ മയൻ എന്ന അസുരനാൽ നിർമ്മിക്കപ്പെട്ട ഒട്ടേറെ പട്ടണങ്ങളുണ്ട്. രത്നനിർമ്മിതമായ ഗോപുരങ്ങളുണ്ട്, സഭാമന്ദിരങ്ങളുണ്ട്, ക്രീഡാവിഹാര സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. ബലസ്വർഗങ്ങളിൽ എല്ലാ ജീവജാലങ്ങൾക്കും സ്വൈര്യമായി വിഹരിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ. ആ ഉദ്യാനങ്ങൾ ദേവലോകത്തെ ഉദ്യാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കുന്നതാണ്. ഉദ്യാനത്തിലെ ജലാശയങ്ങളിൽ അരയന്നങ്ങൾ ഇണചേർന്ന് സ്വൈരവിഹാരം നടത്തുന്നു. സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് കവിടമാക്കി സുഗന്ധം പരന്ന് മനസ്സിന് ആഹ്ലാദം പകരുന്നു. തടാകങ്ങളിൽ ജലജന്തുക്കൾ സ്വൈരവിഹാരം ചെയ്യുന്നവരൊന്നും ദ്രോഹിക്കാൻ ആരും പോകില്ല. പക്ഷികളുടെ കളകൂജനം കേട്ട് മറ്റു പക്ഷികൾ ആനന്ദ നൃത്തം ചെയ്യുന്നു കേട്ടോ. എല്ലാ ശീതവും കൊണ്ട് ദേവലോകത്തിലെ നന്ദനോദ്യാനത്തെ പോലും ഈ ഉദ്യാനങ്ങൾ നിഷ്പ്രഭങ്ങളാക്കുന്നു. അവിടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. കാരണം മഹാസർപ്പങ്ങളുടെ ശിരസ്സുകളുടെ രത്നങ്ങളുടെ പ്രഭ കൊണ്ട് അവിടെ മുഴുവൻ എപ്പോഴും പ്രകാശമാനമാണ്. ദിവ്യ ഔഷധികൾ ചേർന്ന രസായനം, അന്നം, പാനം മുതലായവ അനുഭവിക്കുന്നത് കൊണ്ട് ഇവിടെ വസിക്കുന്നവർക്ക് ജരാനര ഉണ്ടാവാറില്ല കേട്ടോ. വേറെ ഒരു പേടിയോ ഒന്നും ഉണ്ടാവാറില്ല. അവർ എന്നും നിത്യ യൗവനത്തോടെ വസിക്കുകയാണ്. അവിടെ വസിക്കുന്നവർക്ക് സുദർശന ചക്രത്തെ മാത്രമേ ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ. സുദർശന ചക്രം ഈ ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ അസുര സ്ത്രീകളുടെ ഗർഭം പോലും അലസിപ്പോകും അത്രേ. അത്രമാത്രം സുദർശന ചക്രത്തെ അവർക്ക് പേടിയുണ്ട്. ഇനിയിപ്പോ എന്താ, തലാതി ലോകങ്ങൾ. മനോഹരമായ അതലത്തിൽ മയന്റെ മകനായ മഹാപരാക്രമിയും ഗർവിഷ്ഠൻ, നല്ല അഹങ്കാരിയാണ്. പരാക്രമം ധാരാളം ഉണ്ടെങ്കിലും അഹങ്കാരിയായ ബലൻ വസിക്കുന്നു. ആ സുരൻ 96 വിധത്തിലുള്ള മായകളെ സൃഷ്ടിക്കുന്നതിൽ കേമനാണ്, മായാവിയാണവൻ. ഈ അസുരന്റെ 96 വിധത്തിലുള്ള മായകളെ ഈ ബലിഷ്ഠനായവൻ കൂട്ടുവായിട്ടപ്പോൾ സ്വൈരണികള്, കാമിനികള്, പുംശ്ചലികള് തുടങ്ങിയ വ്യഭിചാരിണികൾ ഉണ്ടായി. അവർ ഹാടകം എന്ന രസത്തെ പുരുഷന്മാരെ കൊണ്ട് പാനം ചെയ്യിച്ച് മതോന്മത്തരാക്കി തീർക്കുന്നു. 10,000 ആനകളുടെ ശക്തിയുള്ളവർ സ്ത്രീകളോട് ചേർന്ന് കാമലാലസരായി ആനന്ദം അനുഭവിക്കുന്നെന്ന് പറയപ്പെടുന്നു കേട്ടോ. അതലത്തിന് താഴെയുള്ള വിതലത്തിൽ ഹാടകേശ്വരൻ എന്ന നാമം സ്വീകരിച്ച് ഭഗവാൻ ഹരൻ ഭവാനി ദേവിയോടും ഭൂതഗണങ്ങളോടും ചേർന്ന് വസിക്കുന്നു. ബ്രഹ്മാവിന്റെ സൃഷ്ടി അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് മഹാദേവൻ ഭവാനി ദേവിയോട് ചേർന്ന് അവിടെ വിഹരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വീര്യത്തിൽ നിന്ന് ഹാടകി എന്ന പേരായ നദി ഉത്ഭവിച്ചിരിക്കുന്നു. അതലത്തിൽ കാറ്റിനാലുണ്ടാകുന്ന അഗ്നിയാൽ ആ നദിയിലെ നീര് വറ്റുമ്പോൾ അത് സ്വർണമായി പരിണമിക്കുന്നു.
ആ സ്വർണം കൊണ്ട് അസുര സ്ത്രീകൾ തങ്ങൾക്കുള്ള ആഭരണങ്ങൾ പണിയിച്ച് അണിയുന്നു. വിതലത്തിന് താഴെയായിട്ട് എന്താ? സുതലം, അതലം, വിതലം, സുതലം സ്ഥിതി ചെയ്യുന്നു. അവിടെ കീർത്തിമാനും പരമഭക്തനും വിരോചനസുതനുമായ മഹാബലി വസിക്കുന്നു. മഹാബലിനെ ഭഗവാൻ സുതലത്തിലേക്കാണ് പറഞ്ഞിട്ടത്, അല്ലാതെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലൊക്കെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. സത്യമേയല്ല എന്ന ഒരു ശതമാനം പോലും അതിൽ സത്യമില്ല. സുതലം എന്നൊരു സ്ഥലത്താണ്. എന്നിട്ട് അവിടെ ആ ഭഗവാൻ വാമനമൂർത്തി ഇന്നും കാവൽക്കാരനായിട്ട് ഇരിക്കുന്നു അത്രേ. അതാണ് ഭഗവാന്റെ അവതാരമായ വാമനമൂർത്തി സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് ഗോപുരത്തിൽ ഗദാധാരിയായി കാവൽ നിൽക്കുന്നു. പോരെ, ദേവേന്ദ്രന് സ്വർഗം തിരിച്ചു കൊടുപ്പിച്ചുവെങ്കിലും ഭഗവാൻ ഇന്ദ്രനോടല്ല കാരുണ്യം കാട്ടിയത് മഹാബലിയോടാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അഹങ്കാരത്തിന് കാരണമാകുന്ന ധനം വാങ്ങി മോക്ഷം സുലഭമായി വാരി കോരി കൊടുത്തു. അവിടെ സുതലാധിപനായ മഹാബലി ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴുകയാണ് കേട്ടോ. ഈ ദാനം ചെയ്തതിന് മഹാന്മാർ പല വിധത്തിലും പറയുന്നുണ്ട്. നാരദ, പുരുഷാർത്ഥങ്ങൾ 4 കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ഈശ്വരനെ ബലിയുടെ ഭൂമി കൊണ്ട് ഐശ്വര്യം ഒന്നും ഉണ്ടാകാനില്ല. ഭഗവാൻ എന്തിന് ഭൂമി? ഏതൊരു ദേവന്റെ നാമം ജപിക്കുമ്പോഴാണോ കർമ്മബോധങ്ങളെല്ലാം അറ്റുപോകുന്നത്, ആ ദേവനെ യോഗീശ്വരന്മാർ സാംഖ്യ യോഗാദികൾ കൊണ്ട് സേവിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു. ആ ദേവനാണ് ബലിക്ക് സർവൈശ്വര്യങ്ങളും ദാനം ചെയ്ത് പരമപദത്തിൽ എത്തിച്ചത്. മായയാൽ മൂടപ്പെട്ട ആത്മവിസ്മൃതി ഉണ്ടാക്കുന്ന ഭോഗവും ഐശ്വര്യവും തരുന്ന ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ചു എന്നെങ്ങനെ പറയുവാൻ സാധിക്കും? ബലിയല്ലേ അനുഗ്രഹിച്ചത്? ബലിയെ അനുഗ്രഹിക്കാൻ മറ്റു വഴികളൊന്നും കാണാനാണ് ഭഗവാൻ കാപട്യം കാണിച്ച് വാമന വേഷം കൊണ്ട് ഭൂമി യാചിച്ചത്. നമ്മളെയും അനുഗ്രഹിച്ചു ഒരുപാട്. സുതലത്തിലേക്ക് പറഞ്ഞയച്ചിട്ടും ബലി പറഞ്ഞു അത്രേ. ഗുരുവായ മന്ത്രിയോടുകൂടി ഇന്ദ്രൻ യാചിച്ചത് ഭോഗ ഐശ്വര്യങ്ങളാണ്. അത്രമാത്രം വിഡ്ഢിത്തമാണ് ഇന്ദ്രൻ ചെയ്തത്. എന്റെ പിതാമഹനായ പ്രഹ്ലാദനും ഭഗവാന്റെ ദാസ്യമാണ് ചോദിച്ചത്. ഹിരണ്യകശിപു മരിച്ചിട്ട് കിട്ടിയ രാജ്യവും മറ്റു ധനങ്ങളും നൽകാമെന്ന് പറഞ്ഞിട്ടും പ്രഹ്ലാദൻ അതൊന്നും സ്വീകരിച്ചില്ല. ഭഗവാന്റെ ദാസ്യം മാത്രമാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. പോരെ, എന്റെ പിതാമഹന്റെ ആ ഒരു മഹത്വം കുറച്ചെങ്കിലും എനിക്കും കിട്ടിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിക്കുന്നതെന്ന് പറയുകയാണ്. ഇതാ നോക്കൂ, അതുല്യ പ്രാഭവമുള്ള ഭഗവാന്റെ ഇച്ഛ മനസ്സിലാക്കുവാൻ പക്വതയില്ലാത്ത എനിക്ക് സാധ്യമാണോ? അല്ലല്ലോ. എന്റെ സുതലത്തിന് കാവൽക്കാരനായി ഭഗവാൻ നിൽക്കുന്നു. പണ്ട് രാവണൻ ഇവിടെ ദിഗ്വിജയത്തിനായി വന്നു അത്രേ. അപ്പോൾ ഭഗവാൻ ആ ദശാസ്യന് കാലിന്റെ ചുണ്ടുവിരൽ കൊണ്ടാണ് പറക്കിലങ്കയിലേക്ക് ഇട്ടുകൊടുത്തത്. 1000 യോജന ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു അത്രേ. ആ സുതലത്തിൽ ഭക്താഗ്രണിയായ ബലി സർവസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് സസുഖം വാഴുന്നു. ആ ഭക്താഗ്രണിയായ ബലി അവിടെ വാഴട്ടെ. നമുക്ക് ബാക്കി ഭാഗം അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ നോക്കാം. ഇന്ന് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.